വെൽക്കം ബാക്ക് ടു പ്രൈം ഡയറക്ഷൻ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇനീക്വാളിറ്റിയിലെ 4ാമത്തെ വീഡിയോ ആണ്. ഇനി നോക്കാനുള്ളത് കോംപ്ലിമെൻ്ററി പേയേഴ്സ് എന്നുള്ളതാണ്. നമ്മൾ ഇൻട്രൊഡക്ഷനിൽ തന്നെ കോംപ്ലിമെൻ്ററി പേയേഴ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ എക്സാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഇനി ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ നോക്കുന്നതിന് മുന്നേ ഏതൊക്കെയാണ് കോംപ്ലിമെൻ്ററി പേയേഴ്സ് ഒന്നും കൂടി ഒന്ന് നോക്കുകയാണ്. ഏതൊക്കെയാണ് കോംപ്ലിമെൻ്ററി പേയേഴ്സ്? നമുക്ക് കോംപ്ലിമെൻ്ററി പേയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്? ആദ്യത്തെ ഏതാണെന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ലെസ് ദാൻ ഈക്വൽ ടു, പിന്നെ ഗ്രേറ്റർ ദാനും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാനും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഇത് ഈ കോംപ്ലിമെൻ്ററി പെയർ എപ്പോഴാണ് ട്രൂ ആവുക? എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് തരുമ്പോഴാണ് ട്രൂ ആവുക. ഇതെപ്പോഴാണ് ട്രൂ ആവുക? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് തരുമ്പോഴാണ് ട്രൂ ആവുക. ഈ രണ്ടെണ്ണം എപ്പോഴാണ് ട്രൂ ആവുക? നോ റിലേഷൻ ആണെങ്കിൽ. ഏതൊക്കെയാണ്? എയും ബിയും നോ റിലേഷൻ ആണെങ്കിൽ ഈ കോംപ്ലിമെൻ്ററി പെയർ ട്രൂ ആവും. എന്തായിരുന്നു കോംപ്ലിമെൻ്ററി പെയർ? നമ്മൾ ഇൻഡിവിജ്വലായിട്ട് നിൽക്കുകയാണെങ്കിൽ ഫാൾസും, രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രൂ ആവുന്നതാണ് കോംപ്ലിമെൻ്ററി പെയർ. ഇപ്പോൾ സപ്പോസ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണ് എ ഗ്രേറ്റർ ദാൻ ബി എന്നുള്ളതല്ലേ ആദ്യത്തെ എ ഗ്രേറ്റർ ദാൻ ബി എന്നുള്ളതാണ്. അതെന്താണ്? ഫാൾസ് ആണ്. രണ്ടാമത്തെ എന്താണ് എ ഈക്വൽ ടു ബി എന്നുള്ളത്? അതെന്താണ്? അതും ഫാൾസ് ആണ്. പക്ഷേ രണ്ടും കൂടി മിക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ എ ഗ്രേറ്റർ ഓർ ഈക്വൽ ടു ബി എന്നുള്ളത് എന്താണ്? ട്രൂ ആവുന്നുണ്ട്. അപ്പോൾ എന്താണ് ഓപ്ഷനായിട്ട് എന്താ വരിക? ഐദർ 1 or 2 എന്നുള്ളതായിരിക്കും ഓപ്ഷനായിട്ട് വരിക. അപ്പോൾ എന്താണ് നമുക്ക് എക്സാം ബേസ്ഡ് ക്വസ്റ്റ്യൻസിലേക്കാണ് കിടക്കുന്നത്. നമ്മൾ പ്രിലിംസിൽ അധികം വരുന്നതാണ്. പക്ഷെ എന്താണ് ഐദർ ഓർ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കാതെ പോവും ചിലപ്പോൾ. അപ്പോൾ എങ്ങനെയാണ് അത് അപ്രോച്ച് ചെയ്യേണ്ടതെന്നാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്, ഒറ്റ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ എന്താണ് സ്റ്റേറ്റ്മെൻറ്റിൽ സി ഉണ്ട് യു ഉണ്ട്. പക്ഷേ എന്താണ് കൺക്ലൂഷനിൽ ടിയും യു ആണുള്ളത്. എന്താണ് വ്യത്യാസമുള്ളത് നോക്കണേ. സി ഇവിടെയാണുള്ളത്, യു ഇവിടെയാണുള്ളത്. നോക്കുകയാണെങ്കിൽ എങ്ങനെ എഴുതുക? സി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു യു എന്നല്ല വരിക. എന്തുകൊണ്ടാണ്? ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നാണ് വരിക. പക്ഷേ എന്താണ് രണ്ടാമത്തത് ടിയും ഈക്വൽ ടു യു എന്നാണ് പറയുന്നത്. ഇവിടെ ടിയും യുവും തമ്മിൽ എന്താണ്? ടിയും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു യു ആണ്. അപ്പോൾ രണ്ടും കൂടി ഓരോ ഇൻഡിവിജ്വലായിട്ട് നോക്കുമ്പോൾ എന്തായിരിക്കും? അത് ഫാൾസ് അല്ലേ? എന്തുകൊണ്ടാണ്? ഇവിടെ സി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു യു വന്നത്, അപ്പോൾ ഇവിടെ ഫാൾസ് ആണ്. ഇവിടെ എന്താണ് ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു യു ആണ് വന്നത്, അപ്പോൾ ഇതെന്താണ്? രണ്ടും ഫാൾസ് ആണ്. പക്ഷേ ഇതെങ്ങനെയാണ് കോംപ്ലിമെൻ്ററി പെയർ എന്നുള്ള ക്വസ്റ്റ്യൻസിൽ വന്നത് നോക്കണേ. ഇവിടെ ടി ഇല്ലേ, ഈ ടിയും സിയും എന്താണ്? സെയിം ആണെന്നാണ് പറഞ്ഞത്. ഈ ടിയും സിയും സെയിം ആണെന്നാണ് പറഞ്ഞത്. ഞാൻ തൽക്കാലം അതുകൊണ്ട് ഈ ടിക്ക് പകരം ഞാൻ സി എന്നങ്ങ് എഴുതി. ടിയും സിയും സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ടിക്ക് പകരം എന്താണ്? സി എന്ന് എഴുതി. അപ്പോൾ എന്താണ് നമുക്ക് കണക്ഷൻ എന്താണ്? സിയും യുവും തമ്മിലുള്ള കണക്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ സി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു യു ആണ് കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ് കൺക്ലൂഷൻ? സി ഗ്രേറ്റർ ദാൻ യു ഉണ്ട്, ടി ഈക്വൽ ടു യു ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് ആദ്യത്തേത് ഫാൾസ് ആണ്, രണ്ടാമത്തതും ഫാൾസ് ആണ്. പക്ഷേ എന്താണ് പറയുന്നത്? ഈ സ്റ്റേറ്റ്മെൻറ്റിൽ സി ഈക്വൽ ടു ടി എന്നാണുള്ളത്. സി ഈക്വൽ ടു ടി എന്ന്, സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ എന്താണ്? സെയിം ആണെന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഈ കൺക്ലൂഷനിൽ ടിക്ക് പകരം ഞാൻ എന്തായി? സി എന്ന് എഴുതി. നോക്ക്, ടിയും സിയും സെയിം ആണെന്ന് പറഞ്ഞ് അതുകൊണ്ട് കൺക്ലൂഷനിൽ ടിക്ക് പകരം എന്താണ്? സി എന്ന് എഴുതി. അപ്പോൾ നോക്ക്, സി ഗ്രേറ്റർ ദാൻ യുവും സി ഈക്വൽ ടു യുവും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്? സി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു യു. അതെന്താണ്? ഈ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ആയില്ലേ? അപ്പോൾ എന്തായി? സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആയില്ലേ? രണ്ടും കൂടി മിക്സ് ചെയ്തപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആയി. അതെന്തുകൊണ്ടാണ് മിക്സ് ചെയ്തത്? അത് രണ്ടും എന്താണ് നമ്മൾ പറഞ്ഞ കോംപ്ലിമെൻ്ററി പെയറിൽ രണ്ടും സെയിം എലമെൻറ്റ്സ് വേണമെന്നാണ് പറഞ്ഞത്. സെയിം എലമെൻറ്റ്സ്. പക്ഷേ എന്താണ് ഇവിടെ സെയിം എലമെൻ്റ് അല്ല. അതുകൊണ്ട് എന്താണ് കോംപ്ലിമെൻ്ററി പെയർ അല്ല എന്ന് കരുതി സ്കിപ്പ് ചെയ്യല്ല നൺ ഫോളോവേഴ്സിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആൻസർ തെറ്റും. എന്താണ് ഇവിടെ ആകെ നോക്കേണ്ടത്? എന്താണ്? സി ഈക്വൽ ടു ടി എന്നുള്ളതാണ്. ആ പോയിന്റ് നമ്മൾ ഒരിക്കലും വിട്ടുപോകരുത്. സി ഈക്വൽ ടു ടി എന്ന് പറയുമ്പോൾ ആ ടിക്ക് പകരം സി കൊടുക്കുമ്പോൾ എന്തായി? അതൊരു കോംപ്ലിമെൻ്ററി പെയറായി. ടിക്ക് പകരം സി കൊടുക്കുമ്പോൾ കോംപ്ലിമെൻ്ററി പെയറായി. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ വരിക? രണ്ടും കൂടി മിക്സ് ചെയ്തപ്പോൾ ഐദർ ഓർ എന്നായി. ഐദർ 1 or 2 എന്നുള്ളതായിരിക്കും ആൻസർ. ഓപ്ഷൻ ബി. എന്താ ചെയ്തത്? നമ്മൾ കോംപ്ലിമെൻ്ററി പെയറാണ്. കോംപ്ലിമെൻ്ററി പെയറിൽ എന്താണെന്ന് പറഞ്ഞാൽ രണ്ടിലും കോമൺ ആയിട്ട് 2 എലമെൻറ്റ്സ് ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതിൽ നോക്കുമ്പോൾ എന്താണ്? കോമൺ ആയിട്ട് എലമെൻ്റ് ഇല്ല. രണ്ടിലും കോമൺ ആയിട്ട് എലമെൻ്റ് ഇല്ല. അതുകൊണ്ട് കോംപ്ലിമെൻ്ററി പെയർ അല്ല എന്ന് കരുതി നൺ ഫോളോസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആൻസർ തെറ്റെന്നാണ് പറഞ്ഞത്. എന്താണ് നോക്കേണ്ടത്? ഈ സിയും ടിയും ഈക്വൽ ആണെന്ന് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ടിക്ക് പകരം സി കൊടുത്ത്, അല്ലെങ്കിൽ എന്താണ് ഈ സിക്ക് പകരം ടി കൊടുത്താലും മതി. സിക്ക് പകരം ടി കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ആൻസർ ശരിയല്ലേ? അപ്പോൾ എന്തായി? സ്റ്റേറ്റ്മെൻറ്റ് ഇതായിരിക്കും. അതെന്താണ്?
ഫോളോ ചെയ്യും. അതുകൊണ്ട് എന്താണ് കോംപ്ലിമെൻ്ററി പെയറായി. അപ്പോൾ എന്താണ് ആദ്യത്തെ ക്വസ്റ്റ്യനിൽ നോക്കിയത് കോംപ്ലിമെൻ്ററി പെയർ എന്നുള്ള ആദ്യത്തെ ഒരു ക്വസ്റ്റ്യനാണ് ഇപ്പോൾ നോക്കിയത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇതിലെന്താണ് 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഇതാ ഇവിടം വരെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അവിടെ നിന്ന് അങ്ങോട്ടേക്ക് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും. രണ്ടിൽ കോമൺ ആയിട്ട് ഏതാണുള്ളത്? എച്ച് ആണുള്ളത്. കണക്റ്റഡായിട്ട് എച്ച് ആണുള്ളത്. ഇനി എന്താണ് കൺക്ലൂഷൻ നോക്കുകയാണെങ്കിൽ ജെയും എഫും ജെയും കോംപ്ലിമെൻ്ററി പെയർ ആവാൻ ചാൻസ് ഇല്ലേ? ഏത് കോംപ്ലിമെൻ്ററി പെയർ ആവാനാണ് ചാൻസ്? എഫ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജെ എന്നുള്ള കോംപ്ലിമെൻ്ററി പെയർ ആവാനാണ് ചാൻസ്. അപ്പോൾ നമുക്ക് എന്താണ് ഇതിൽ നിന്ന് റിലേഷൻ കണ്ടുപിടിക്കണം. എഫും ജെയും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കണം. റിലേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഏതാവാനാണ് ചാൻസ്? ഈ എഫ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജെ ആവാനാണ് ചാൻസ്. അപ്പോൾ റിലേഷൻ എങ്ങനെ കണ്ടുപിടിക്കുക? എഫ് ഇവിടെ ഉണ്ട്, ജെ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. അപ്പോൾ എന്താണ് എഫ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് എന്ന് കിട്ടും. എന്തുകൊണ്ടാണ്? എഫ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വന്നതുകൊണ്ട്. ഇനി എന്താണ് എച്ചിൻ്റെ ജെൻ്റെ ആണെങ്കിൽ എച്ച് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജെ എന്നും കിട്ടും. ഇനിയിപ്പോൾ രണ്ടും കൂടി ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഫ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് എന്ന് താഴോട്ട് നേരെ എഴുതി തന്നുണ്ട്. പിന്നെ എന്താണ് എച്ചിനേക്കാൾ കുറവാണ് ജെ എന്ന് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? എഫ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജെ എന്ന് കിട്ടും. ഇത് തന്നെയല്ലേ ഞാൻ ഇവിടെയും പറഞ്ഞത്? എഫ് ഗ്രേറ്റർ ഓർ ഈക്വൽ ടു ജെ, എഫ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജെ. ഇതിലേതാ നമുക്ക് കിട്ടിയ റിലേഷൻ നോക്കുക. അപ്പോൾ ജെ ഈക്വൽ ടു എഫ് എന്താണ്? അതിൽ ഫാൾസ് അല്ലേ? റെഡി അല്ലേ? നോക്ക്, എഫ് ഗ്രേറ്റർ ദാൻ ജെയോ അതും എന്താണ്? ഫാൾസ് ആണ്. പക്ഷേ രണ്ടും കൂടി മിക്സ് ചെയ്തപ്പോൾ എന്തായി? എഫ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജെ, ഇവിടെ എഫ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജെ. എന്താണ്? രണ്ട് ഫാൾസ് ആണ്, പക്ഷേ രണ്ടും കൂടി മിക്സ് ചെയ്തപ്പോൾ ട്രൂ ആയി. അങ്ങനെയാണെങ്കിൽ എന്താണ് കോംപ്ലിമെൻ്ററി പെയർ ആണ്. ഐദർ 1 or 2 ഫോളോ എന്നായിരിക്കും വരിക. അപ്പോൾ എന്താണ് രണ്ടാമത്തെ ആൻസർ എന്താണ്? ഐദർ 1 or 2 ഫോളോസ് ആണ് വരിക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ കെയും ഉണ്ട്, എമ്മും ഉണ്ട്, ഇവിടെ ഓയും ഉണ്ട്, എമ്മും ഉണ്ട്. ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെയും ഡൗട്ട് വന്ന് കോംപ്ലിമെൻ്ററി പെയർ ആവാൻ ചാൻസ് ഉണ്ടോയെന്ന്. ഞാൻ നോക്കുക, ഇവിടെ ഓയും കെയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഓയും കെയും തമ്മിൽ ഈക്വൽ ടു വന്നാൽ മാത്രമേ എന്താണ് ഞാൻ നേരത്തെ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ നമുക്ക് കോംപ്ലിമെൻ്ററി പെയർ ആക്കാൻ ചാൻസ് പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ ഈക്വൽ ടു വന്നില്ല. അതുകൊണ്ട് എന്താണ് കോംപ്ലിമെൻ്ററി പെയറിലാണെന്ന് ആദ്യം തന്നെ ഉറപ്പിച്ചു. എന്നിട്ട് എന്താണ് ബാക്കി ചെയ്യുക? എങ്ങനെയാണ്? കെ ഇത് അവിടെ ഉണ്ട്, എം ഇവിടെ ഉണ്ട്. കെ ഗ്രേറ്റർ ദാൻ എം എന്നുള്ളത് എന്തായിരിക്കും? നോക്ക്, ഗ്രേറ്റർ ദാൻ കെ ഗ്രേറ്റർ ദാൻ എം ഉള്ളത് എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. ഇനി എന്താണ് ഓ ഈക്വൽ ടു എം എന്നുള്ളത് നോക്ക്. ഓയും എമ്മും തമ്മിൽ എന്താണ്? ഓ ഗ്രേറ്റർ ദാൻ എം എന്നല്ലേ കിട്ടുള്ളൂ. ഓ ഈക്വൽ ടു എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഫാൾസ് ആയിരിക്കും. അപ്പോൾ എന്തായി? ഓൺലി കൺക്ലൂഷൻ 1 ഫോളോ. ഇതെന്തിനാണ് കോംപ്ലിമെൻ്ററി പെയർ എന്നുള്ള ക്വസ്റ്റ്യനിൽ കൊടുത്തത്? ഇനിയിപ്പോൾ അതാ 2 സ്റ്റേറ്റ്മെൻറ്റും വന്നിട്ടുണ്ട്. അപ്പോൾ കോംപ്ലിമെൻ്ററി പെയർ ആവാൻ ചാൻസ് ഇല്ല എന്ന് നമുക്ക് ഡൗട്ട് വരരുത്. എങ്ങനെയാണ് കോംപ്ലിമെൻ്ററി പെയർ ആവാൻ ചാൻസ് ഉള്ളത്? ഈ ഓയിനെ എങ്ങനെയെങ്കിലും കെ ആയിട്ട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ കെയും ഓയും ഇക്വേറ്റ് ചെയ്യാൻ പറ്റണം. അത് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റിൽ ഇവിടെ പറ്റുന്നുണ്ടോ? ഇല്ല. സപ്പോസ് ഇവിടെ ഈ ഗ്രേറ്റർ ദാന് പകരം ഈക്വൽ ടു ആണ് കൊടുത്തത് വിചാരിക്കുക, എന്തായിരിക്കും? അപ്പോൾ ഈ ഓയിന് പകരം ഞാൻ കെ എന്നങ്ങ് എഴുതി, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം എന്നാവും. എന്താ ഈ കോംപ്ലിമെൻ്ററി പെയർ ആവും. എങ്ങനെയാണ്? ഈ ഗ്രേറ്റർ ദാന് പകരം ഈക്വൽ ടു കൊടുത്താൽ മാത്രമാണ് എന്താണ് കോംപ്ലിമെൻ്ററി പെയർ ആവുന്നുള്ളൂ. അപ്പോൾ എന്താണ് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് എന്ന് കരുതി എന്താണ് കോംപ്ലിമെൻ്ററി പെയർ ആണെന്നുള്ളത് വെരിഫൈ ചെയ്യാണ്ട് നമുക്ക് എന്താണ് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ തെറ്റിപ്പോകും. അതാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇവിടെ പ്ലേസ് ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. കൺക്ലൂഷൻ എന്താണ്? വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഓ എന്നാണ്. എവിടെയാണ് വൈ ഉള്ളത്? വൈ എവിടെയാണുള്ളത്? ഓ എവിടെയാണ് ഇവിടെ ഉള്ളത്? പിന്നെന്താണ് 6 കണക്ട് ചെയ്യുന്നത്. നോക്ക്, 6 കണക്ട് ചെയ്തത്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ 6 ഈക്വൽ ടു ഓയും, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ 6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈയും. അപ്പോൾ ഇതിൽ എന്താണ് എങ്ങനെ ചെയ്യുക? 6 ഈക്വൽ ടു ഓ ഗ്രേറ്റർ ഓർ ഈക്വൽ ടു വൈ എന്ന് എഴുതാം. എന്തുകൊണ്ട് ഇങ്ങനെ എഴുതിയാൽ? ഇതിൽ നോക്ക്, തുറന്ന ഭാഗത്ത് വലുതാണുള്ളത് വൈ, ഇവിടെയും തുറന്ന ഭാഗത്ത് വലുത് തന്നെയാണ് ഉള്ളത്. അപ്പോൾ അതാണ് ചെയ്തത്. അപ്പോൾ വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഓ എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഇവിടെ നോക്ക്, വൈ ഈക്വൽ ടു ഓയും വൈ ഗ്രേറ്റർ ദാൻ ഓയും. അപ്പോൾ എന്തായി? കോംപ്ലിമെൻ്ററി പെയർ ആയില്ലേ? എന്താണ് രണ്ടും എന്താണ് ഇൻഡിവിജ്വലി എന്താണ് ഫാൾസ് ആണ്, പക്ഷേ രണ്ടും കൂടി ട്രൂ ആണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഐദർ 1 or 2 ഫോളോസ്. റെഡി അല്ലേ? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻട്രഡക്ഷൻ സെക്ഷൻ എന്ന് പറഞ്ഞ് നമ്മളൊരു വീഡിയോ ഇട്ടുണ്ട്, അത് ആദ്യം പോയി കാണുക. അപ്പോൾ എന്താണ് ഡൗട്ടൊക്കെ ഏകദേശം ക്ലിയർ ആവും. അതിൽ നമ്മൾ എന്താണ് നല്ല ഡീറ്റെയിൽ ആയിട്ട് കോംപ്ലിമെൻ്ററി പെയർ എങ്ങനെയാണ് വരുന്നത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എന്താണ് ഒരു ഡോളർ എന്ന് പറഞ്ഞ സൈനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇതിലത്തെ കോംപ്ലിമെൻ്ററി പെയർ ആവാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനിലെ കൺക്ലൂഷൻ ആദ്യം നോക്കണം. എന്താണ് എം ലെസ് ദാൻ ഡോളറും ഡോളർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എമ്മും. ഇത് കോംപ്ലിമെൻ്ററി പെയർ ആവാൻ ചാൻസ് ഉണ്ടോ? ഉണ്ട്. എന്തുകൊണ്ടാണ്? എമ്മും ഉണ്ട് ഡോളറും ഉണ്ട്. ഇവിടെ ഡോളറും ഉണ്ട് എമ്മും ഉണ്ട്. എന്താണ് 2 സ്റ്റേറ്റ്മെൻറ്റിലും സെയിം എലമെൻറ്റ്സ് ആണെങ്കിൽ കോംപ്ലിമെൻ്ററി പെയർ ആവാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിൽ നോക്കുകയാണെങ്കിൽ
ഇങ്ങനത്തെ ഒരു ലെസ് ദാനും എപ്പോഴാണ് അങ്ങനെ വരിക എന്ന് പറഞ്ഞാൽ നോ റിലേഷൻ ആണെങ്കിൽ ആണല്ലോ. അപ്പോൾ എമ്മും ഡോളറും തമ്മിൽ എന്താണ് നോ റിലേഷൻ കിട്ടണം എന്നാണ് നമുക്കുള്ള കണ്ടീഷൻ. നോ റിലേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, ഐദർ 1 or 2 ഫോളോവേഴ്സ് നമുക്ക് ടിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് എമ്മും ഡോളറും തമ്മിൽ എങ്ങനെയാണ് റിലേഷൻ കിട്ടുക നോക്കുക. നോക്ക്, എം ഇവിടെയല്ലേ ഉള്ളത്, ഡോളർ ഇവിടെയല്ലേ ഉള്ളത്. നോക്ക്, ഇവിടെ ലെസ് ദാനും ഇവിടെ ഗ്രേറ്റർ ഓർ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈനല്ലേ, നോ റിലേഷൻ ആണല്ലോ. അപ്പോൾ എന്താണ് എമ്മും ഡോളറും തമ്മിൽ നോ റിലേഷൻ. നോ റിലേഷൻ ആണെങ്കിൽ ഏതൊക്കെയാണ് കോംപ്ലിമെൻ്ററി പെയർ വരിക? ഇവിടെ ലെസ് ദാനും ഗ്രേറ്റർ ഓർ ഈക്വൽ ടു. വേറൊരു കോംപ്ലിമെൻ്ററി പെയറും കൂടി വരാൻ ചാൻസ് ഉണ്ട്. ഏതാണ്? ഗ്രേറ്റർ ദാനും ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഇവിടെ എന്താണ് ലെസ് ദാനും ഗ്രേറ്റർ ഓർ ഈക്വൽ ടു വന്നേ. ഇനി ഏതാണ്? ഗ്രേറ്റർ ദാനും ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഈ ക്വസ്റ്റ്യനിലില്ല. അപ്പോൾ എന്താണ് ഇതിൻ്റെ ആൻസർ പറ്റുക? ഐദർ 1 or 2 ഫോളോവേഴ്സ്. എന്തുകൊണ്ടാണ് വന്നത്? നോ റിലേഷൻ ഉണ്ടെങ്കിൽ ഈ കോംപ്ലിമെൻ്ററി പെയർ തന്നിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും നോക്കാനില്ല. എന്താണ് അതൊരു എന്താണ് ആൻസർ ട്രൂ ആയിരിക്കും. ഐദർ 1 or 2 എന്നായിരിക്കും ആൻസർ ആയിട്ട് വരിക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? സ്റ്റേറ്റ്മെൻറ്റ്, 2 സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. അതിൽ കൺക്ലൂഷൻ വിയും ആറും ആണുള്ളത്. അതിലെന്താണുള്ളത്? ലെസ് ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ഓർ ഈക്വൽ ടു. എന്താണ് നമുക്ക് കിട്ടേണ്ടത്? എന്താണ്? വിയും ആറും തമ്മിൽ നോ റിലേഷൻ ആവണം എന്നാണ് കിട്ടേണ്ടത്. നമുക്ക് വി ഇവിടെയല്ലേ, ആറ് ഇവിടെയാണുള്ളത്. കണക്ട് ചെയ്യുന്നത് ഏതാ? ഡബ്ല്യു എന്നുള്ളതല്ലേ കണക്ട് ചെയ്യുന്നത്, ഡബ്ല്യു എന്നുള്ള കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്താൽ വി ഗ്രേറ്റർ ദാൻ ഡബ്ല്യു എന്നുണ്ട്. എങ്ങനെയാണ്? ആറ് ഗ്രേറ്റർ ദാൻ ഡബ്ല്യു എന്നുണ്ട്. വി ഗ്രേറ്റർ ദാൻ ഡബ്ല്യു, ആറ് ഗ്രേറ്റർ ദാൻ ഡബ്ല്യു. അപ്പോൾ എങ്ങനെയാണ് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ വി ഗ്രേറ്റർ ദാൻ ഡബ്ല്യു ലെസ് ദാൻ ആറ് അല്ലേ വലുത്. നോക്ക്, ഇതിലെന്താണ് ഡബ്ല്യുവിനേക്കാൾ വലുത് വി ആണ്. ഇവിടെ ഡബ്ല്യുവിനേക്കാൾ വലുത് ആറാണ്. ഇവിടെ എഴുതിയപ്പോഴും അങ്ങനെ തന്നെയാണുള്ളത്. അപ്പോൾ ഗ്രേറ്ററും ലെസ് ദാനും. അപ്പോൾ എന്താണ്? രണ്ട് ഓപ്പോസിറ്റ് സൈനാണ്, നോ റിലേഷൻ ആണ്. അപ്പോൾ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇതെന്താണ്? നോ റിലേഷൻ ആണെങ്കിൽ ഈ കോംപ്ലിമെൻ്ററി പെയർ വന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. ഐദർ 1 or 2 ഫോളോവേഴ്സ് ആയിരിക്കും. എന്താണ് ഓപ്ഷൻസ്? ക്വസ്റ്റ്യൻ ആറാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? ഐദർ 1 or 2 ഫോളോവേഴ്സ് ആയിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ വൈയും കെയും ഉണ്ട്, വൈയും ഡബ്ല്യു ഉണ്ട്. അപ്പോൾ എന്താണ് കോംപ്ലിമെൻ്ററി പെയർ ഒന്നുമല്ല. എന്നാൽ ബാക്കിയൊക്കെ ഒന്ന് വെരിഫൈ ചെയ്തിട്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് ആൻസർ എഴുതിക്കോളാം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ തെറ്റിപ്പോവും. അപ്പോൾ ആദ്യം എന്താണ് ഇത് കോംപ്ലിമെൻ്ററി പെയർ ആവാൻ ചാൻസ് ഉണ്ടോ എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ നോക്ക്, വൈയും കെയും വൈയും ഡബ്ല്യുവും. അപ്പോൾ കെയും ഡബ്ല്യുവും തമ്മിൽ നോക്കേണ്ടത്. എന്തുകൊണ്ടാണ്? കോംപ്ലിമെൻ്ററി പെയർ ആണെങ്കിൽ സെയിം എലമെൻറ്റ്സ് ആവണമെന്നാണ് പറഞ്ഞത്. 2 എലമെൻറ്റ്സ് സെയിം ആവണമെന്ന്. അപ്പോൾ ഇവിടെ കെയും ഡബ്ല്യു എന്താണ്? സെയിം അല്ല. അപ്പോൾ കെയും ഡബ്ല്യുവും എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നാണ് നോക്കുന്നത്. നോക്ക്, ഇവിടെ നോക്ക്, കെയും ഡബ്ല്യു എന്താണ്? ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് പകരം ഞാൻ ഇവിടുത്തെ ഡബ്ല്യുക്ക് പകരം എന്താണ് തൽക്കാലം ഇപ്പോൾ കെ എന്ന് എഴുതി. എന്തായി? അല്ലെങ്കിൽ വേണ്ട, ഞാൻ എന്നാൽ കെയിന് പകരം ഡബ്ല്യു എന്ന് എഴുതി. കെയിന് പകരം ഞാൻ ഡബ്ല്യു എന്ന് എഴുതി. അപ്പോൾ എന്താണ് ഇതിലത് എന്താണ് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ വരിക? വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡബ്ല്യു എന്നല്ലേ വരിക. വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡബ്ല്യു എന്നാണ് നമുക്ക് റിലേഷൻ കിട്ടേണ്ടത്. അപ്പോൾ വൈയും ഡബ്ല്യുവും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ് കാണാൻ നോക്കേണ്ടത്. ഇവിടെ ഡബ്ല്യു എവിടെ? വൈ എവിടെ? വൈ ഇവിടെ ഉണ്ട്. കണക്ട് ചെയ്യുന്നത് ഏതാ? എക്സ് എന്നുള്ളതല്ലേ. എക്സ് എന്നുള്ളതാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്നുള്ള ആദ്യത്തിൽ നിന്നും പിന്നെ എന്താണ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡബ്ല്യു എന്ന് രണ്ടാമത്തതിൽ നിന്നും കിട്ടി. നോക്കുകയാണെങ്കിൽ വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡബ്ല്യു. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് കിട്ടിയതെന്ന് പറഞ്ഞ് ഇനിയിപ്പോൾ ഇതിൽ എന്താ കിട്ടുക? വൈയും ഡബ്ല്യു ഉള്ള റിലേഷൻ വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡബ്ല്യു എന്നല്ലേ. ഓക്കെ, വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡബ്ല്യു എന്നല്ലേ നമുക്ക് കിട്ടേണ്ടിയിരുന്നത്. അപ്പോൾ 2 കിട്ടിയില്ലേ. അപ്പോൾ എന്തായി? ഇതൊരു കോംപ്ലിമെൻ്ററി പെയറായി. എന്താണ് നമ്മൾ ചെയ്തത്? കോംപ്ലിമെൻ്ററി പെയർ എന്നുള്ള കൺസെപ്റ്റിൽ 2 എന്താണ് കൺക്ലൂഷൻ വന്നിട്ടുണ്ട്. പക്ഷേ രണ്ടിലും എന്താണ് എലമെൻറ്റ്സ് സെയിം അല്ല. പക്ഷേ എലമെൻറ്റ്സ് സെയിം ആക്കാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്ന് ആദ്യം നോക്കണം. ഇവിടെ എന്താണ് കെയും ഡബ്ല്യു ആണ് വെവ്വേറെ ആയിട്ട് വന്നത്. അപ്പോൾ അതെന്താണ് സെയിം ആക്കാൻ പറ്റുമോ നോക്കണം. അത് സ്റ്റേറ്റ്മെൻറ്റിൽ നോക്കിയപ്പോൾ ഡബ്ല്യു ഈസ് ഈക്വൽ ടു കെ എന്ന് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എന്തായി നമുക്കെന്തായി ഇത് ട്രൂ ആക്കി. ഇത് കോംപ്ലിമെൻ്ററി പെയറായി. കാരണം എന്താ? കോംപ്ലിമെൻ്ററി പെയർ ആണെങ്കിൽ 2 എലമെൻറ്റ്സ് സെയിം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ വന്നതിനെ കൊണ്ട് ലെസ് ദാനും ഈക്വൽ ടു എന്നുള്ളത് എന്താണ് കോംപ്ലിമെൻ്ററി പെയറായി. അത്രേ പറഞ്ഞിട്ടുള്ളൂ. ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആയിരിക്കും. ഇതൊരു 1 or 2 ഫോളോവേഴ്സ് ആണ്. ഇനി എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ ആണ്. കോംപ്ലിമെൻ്ററി പെയർ എന്നുള്ള കൺസെപ്റ്റിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യത്തെ എന്താണ്? n ഗ്രേറ്റർ ദാൻ എച്ചും n ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെയും ആണ്. അപ്പോൾ എന്താണ് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം കോംപ്ലിമെൻ്ററി പെയർ ആവാൻ ചാൻസ് ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ എച്ചും കെയും ഇതിലെന്താണ് ഒരെണ്ണം കോമൺ ആയിട്ട് എന്തായാലും ഉണ്ട്. എന്താണ് കോമൺ ആയിട്ടുണ്ട്. പിന്നെന്താണ് എച്ചും കെയും കോമൺ ആക്കാൻ പറ്റുമോ നോക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എച്ചും കെയും ഇക്വേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കണം.
എച്ചും കെ എന്താണ് നോക്ക്, ഇവിടെ നോക്കുമ്പോൾ എന്താണ് കെ ഈക്വൽ ടു എച്ച് ആണ്. അപ്പോൾ എന്തായി, ഞാനിപ്പോൾ എച്ചിന് പകരം എന്തായി, ഞാനിപ്പോൾ കെ എഴുതി. അപ്പോൾ എന്തായി, രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയായി, n ഗ്രേറ്റർ ദാൻ കെയും n ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെയും. ഇതിൻ്റെ രണ്ടും കൂടി എന്താണ് കോംപ്ലിമെൻ്ററി പെയർ ആവാൻ ചാൻസ് ഉണ്ട്. ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താണ് കോംപ്ലിമെൻ്ററി പെയർ ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഏതായിരിക്കും നമുക്ക് റിലേഷൻ കിട്ടേണ്ടത്, നോ റിലേഷൻ ആയിരിക്കണം. ഗ്രേറ്റർ ദാനും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഏതിൻ്റെ കോംപ്ലിമെൻ്ററി പെയർ എന്ന് പറഞ്ഞാൽ നോ റിലേഷൻ്റെ ആണ്. അപ്പോൾ എന്താണ് എന്നും കെയും തമ്മിലുള്ള റിലേഷൻ എന്താണ്, നോ റിലേഷൻ എന്ന് കിട്ടണം. അതെങ്ങനെയാണ് നോക്കുക, n ഇവിടെ ഉണ്ട്, കെ ഇവിടെ ഉണ്ട്. പിന്നെ എന്താണ് ഇതിൽ കണക്ട് ചെയ്യുന്നത് ഏതാണ്, എച്ച് അല്ലേ, എച്ച് തന്നെയാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ആദ്യത്തേതിൽ നിന്ന് കെ ഈക്വൽ ടു എച്ച്, രണ്ടാമത്തെ എന്താണ് എന്നും കെയും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ, എന്നും കെയും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ, ഇല്ല. സോറി, എന്നും എച്ച് തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ, ഇവിടെ ലെസ് ദാനും ഗ്രേറ്റർ ദാനും. അപ്പോൾ എന്നും എച്ചും തമ്മിൽ ഒരു റിലേഷനും ഇല്ല. അങ്ങനെയാണെങ്കിൽ എന്താണ് കെയും എച്ചും തമ്മിൽ എന്താ റിലേഷൻ ഉണ്ടാകുമോ, ഇവിടെ നോ റിലേഷനാണ് വന്നത്. കെയും എച്ചും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്, പക്ഷേ എച്ചും എന്നും തമ്മിൽ ഒരു റിലേഷൻ ഇല്ല. അങ്ങനെയാണെങ്കിൽ കെയും എന്നും തമ്മിൽ എന്തായിരിക്കും, ഒരു റിലേഷൻ ഉണ്ടാവില്ല. അത്രയേ ഉള്ളൂ, കെയും എന്നും തമ്മിൽ നോ റിലേഷൻ ആയിരിക്കും. ഇനി ഇതെങ്ങനെ വന്നേ നോക്കുക, നോക്കുക, ഞാനിതാ ഇങ്ങനെ മൊത്തമായിട്ട് എടുത്ത് എഴുതുക. എച്ച് ഈക്വൽ ടു കെ, അതാണ് ആദ്യത്തത്. പിന്നെ നോക്കണേ, എച്ച് ഇതാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എഴുതുക, ബാക്കിൽ നിന്ന് മുന്നോട്ട് എഴുതുക. എച്ച് ഈക്വൽ ടു കെ എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെന്താണ് ഈ എച്ച് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ഗ്രേറ്റർ ദാൻ എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ. അപ്പോൾ ഇതല്ലേ നമുക്ക് കിട്ടിയ ഈ ഇനീക്വാളിറ്റിയിൽ നിന്ന് കിട്ടുന്നത് എന്താണ്, എന്നിനെ എച്ച് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇങ്ങനെയാണെന്ന് പറഞ്ഞത്. ഇതിൽ നിന്നാണ് എങ്ങനെയാണ് കണക്ട് ചെയ്യുക, എന്നും കെയിലെ കണക്ട് ചെയ്യേണ്ടത്. നമുക്ക് എൻ എവിടെയാണുള്ളത്, കെ എവിടെയാണുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്താണ് ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്തായി നോ റിലേഷൻ എന്നായില്ലേ. അതാ പറഞ്ഞത് രണ്ട് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, എയും ബിയും ഉണ്ട്, ബിയും സിയും ഉണ്ട്. എയും ബിയും തമ്മിൽ ഗ്രേറ്റർ ദാൻ ഉണ്ട്, പക്ഷേ ബിയും സിയും തമ്മിൽ എന്താണ് നോ റിലേഷനുമാണ്. പക്ഷേ എയും സിയും എന്തായിരിക്കും അങ്ങനെയാണെങ്കിൽ ഇവിടെ നോ റിലേഷനും ഇവിടെ ഏതെങ്കിലും ഒരു സൈൻ ഇപ്പോൾ ഈക്വൽ ടു ആണെന്ന് കരുതട്ടെ. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും എയും സിയും തമ്മിൽ എന്തായിരിക്കും നോ റിലേഷൻ ആയിരിക്കും. നടുവിലൊരു നോ റിലേഷൻ വന്നിട്ടുണ്ടെങ്കിൽ മൊത്തമായിട്ടും എന്തായിരിക്കും നോ റിലേഷൻ ആയിരിക്കും. അപ്പോൾ എന്താ നമ്മൾ മൊത്തമായിട്ട് എന്താ പറഞ്ഞത്, എൻ ഗ്രേറ്റർ ദാൻ എന്നും കെയും തമ്മിൽ എന്താണ് നോ റിലേഷൻ എന്നാണ് പറഞ്ഞത്. അതിനല്ലേ നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ എന്തായി ആൻസർ എന്തായി, അത് ട്രൂ ആയില്ലേ. എന്തുകൊണ്ടാണ്, നോ റിലേഷൻ ആണെങ്കിൽ ഇത് രണ്ടും ട്രൂ ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായി എൻ ഗ്രേറ്റർ ദാൻ കെയും എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെയും കൂടി എന്താണ് രണ്ടും കൂടി ഒരുമിച്ച് ചേർത്താൽ മാത്രമാണ് ട്രൂ ആകുന്നത്. അപ്പോൾ എന്തായി ഐദർ കൺക്ലൂഷൻ 1 or 2 ഫോളോസ് എന്നാണ്. അപ്പോൾ എന്താണ് നമ്മളിപ്പോൾ പറഞ്ഞത് എന്താണ്, കോംപ്ലിമെൻ്ററി പെയർ എന്നുള്ളൊരു കൺസെപ്റ്റാണ് നമ്മളെ എക്സാമിന് എന്താണ് അധികവും വരുന്നതാണ്. അധികവും ഡയറക്റ്റ് ആയിട്ട് എന്താണ് എന്നും കെയും രണ്ട് എലമെൻറ്റും കോമൺ ആയിട്ട് വരുന്നതാണ് വരിക. പക്ഷേ എന്താണ് ചിലപ്പോൾ ചില എക്സാമിൽ എന്താണ് ഇത് ഈ മോഡൽ വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഈ എലമെൻറ്റ്സ് ഒരെണ്ണം മാറിയിട്ട് വരും. അപ്പോൾ അതെങ്ങനെ, അത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ആദ്യം നോക്കണം. എന്നിട്ട് ശേഷം മാത്രം എന്താണ് ബാക്കിയുള്ള വെരിഫൈ ചെയ്യാൻ പോവുക, ഇല്ലെങ്കിൽ ആൻസർ തെറ്റും. അപ്പോൾ ഇക്വേറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഓപ്ഷനിൽ എന്താണ് സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണ് ഈ കെയും എച്ചും എന്താണ് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കണം. എന്നിട്ട് എന്താണ് കോംപ്ലിമെൻ്ററി പെയർ ഒന്ന് വെരിഫൈ ചെയ്യണം. അപ്പോൾ കോമൺ ആയിട്ട് അല്ല, നമ്മൾ സ്റ്റാർട്ടിങ്ങിലേ പറയുന്നത് എന്താണ്, നോ റിലേഷൻ ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാനും എന്താണ് കോംപ്ലിമെൻ്ററി പെയർ ആണ്, അല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാനും കോംപ്ലിമെൻ്ററി പെയർ ആണ്. അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നില്ലെങ്കിൽ ഗ്രേറ്റർ ദാനും ഈക്വൽ ടു എന്താണ് ഒരു കോംപ്ലിമെൻ്ററി പെയർ അതാണ്. പിന്നെ എന്താണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് തന്നെങ്കിൽ ലെസ് ദാനും ഈക്വൽ ടു എന്നുള്ളതും എന്താണ് ഒരു കോംപ്ലിമെൻ്ററി പെയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കോംപ്ലിമെൻ്ററി പെയർസ് എന്നുള്ള കൺസെപ്റ്റിൽ ഇത്ര മാത്രമേ നമ്മൾ പഠിക്കാനുള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. ആർക്കും ഡൗട്ട് ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക.